അല്ലെ? പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയെങ്കിലും ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ ഇനിയും 10 വർഷം കാത്തിരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പം അതിലേക്ക് നമുക്ക് പോകാം. എന്തുകൊണ്ട് നമ്മൾ 10 വർഷം കാത്തിരിക്കണം? ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താനുള്ള നിർദ്ദേശമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇക്കഴിഞ്ഞ മാർച്ചിലായിരുന്നു. നിയമസഭ, പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെങ്കിൽ ഭരണഘടനയിൽ 82A എന്ന പുതിയ ആർട്ടിക്കിൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട്. 82A(1) എന്ന പുതിയ വ്യവസ്ഥ പ്രകാരം പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ലോക്സഭയുടെ ആദ്യ സിറ്റിംഗിന്റെ തീയതി രാഷ്ട്രപതി വിജ്ഞാപനം ചെയ്യേണ്ടതുണ്ട്. നിയമന തീയതി എന്നാണ് ഇതറിയപ്പെടുക. 82A(2) എന്ന വ്യവസ്ഥ പ്രകാരം പ്രസ്തുത നിയമസഭകൾക്കും അടുത്ത പാർലമെന്ററി തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ കാലാവധി ഉണ്ടാവുകയുള്ളൂ. അതായത് അവയുടെ കാലാവധി വെട്ടിച്ചുരുക്കപ്പെടും. നിലവിൽ 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ സിറ്റിംഗ് കഴിഞ്ഞതിനാൽ ഇനി 2029 പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ ആദ്യ ലോക്സഭാ സിറ്റിംഗിന്റെ നിയമന തീയതി വിജ്ഞാപനം ചെയ്യാനാകൂ. 2034 മാത്രമേ നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്താനാവുകയുള്ളൂ എന്നാണ് ഇതിനർത്ഥം. ബില്ല് 2025 പാസായാൽ തന്നെയും നീണ്ട കാത്തിരിപ്പിന് ശേഷം മാത്രമായിരിക്കും ആശയം യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്ന് ചുരുക്കം. റിസർച്ച് ഡെസ്ക് 24.